ആക്ട്രസ് എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു 2017 കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്സ് ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫീലിംഗ് എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു സമയത്ത് ആ ഒരു അവാർഡ് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് എനിക്കതിൻ്റെ വാല്യൂ അറിയില്ലായിരുന്നു. കാരണം ഞാൻ 2014 വന്ന് എനിക്ക് അന്ന് 19 വയസ്സാണ്. എനിക്ക് ആ ഒരു പ്രായത്തിലാണ് ആ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. അന്ന് എനിക്ക് അതിൻ്റെ വാല്യൂ അറിയില്ല. ഐ ഗോട്ട് സംതിങ്, എന്തോ എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് എനിക്കതിൻ്റെ വില നന്നായിട്ട് അറിയാം. കാരണം ആ ഒരു ഏജിൽ പ്രത്യേകിച്ച് സീരിയൽ, നമ്മൾ സിനിമയിലാകുമ്പോൾ നമുക്ക് ഒരുപാട് തലങ്ങളിൽ പെർഫോമൻസ് ലെവൽ ക്യാരക്ടേഴ്സ് കിട്ടും. പക്ഷേ സീരിയലിനെ സംബന്ധിച്ച് എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട്. ആർട്ടിസ്റ്റിനാണെങ്കിലും ടെക്നീഷ്യൻസിനാണെങ്കിലും നമുക്കൊരു പരിധി വിട്ട് നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് എടുക്കാൻ പറ്റത്തില്ല. ഡെഫിനറ്റ്ലി അതൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി, അതാണ് സീരിയൽ. ദർ ഇസ് നോ ക്രിയേറ്റിവിറ്റി ഇൻ സീരിയൽ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഈ അമൃതയിൽ ടെലികാസ്റ്റ് ചെയ്ത ഈ നിലാവും നക്ഷത്രങ്ങളും എന്ന് പറയുന്ന സീരിയലും ഡിസംബറിലെ ആകാശം എന്ന് പറയുന്നത്. ഇത് രണ്ടും കംപ്ലീറ്റ്ലി ഒരു സീരിയൽ പാറ്റേൺ അല്ല. ഒരിക്കലും ഒരു ഏഷ്യാനെറ്റിൽ സൂര്യ പോലെ വലിയ വലിയ ചാനൽസ് വന്നാൽ ഡെഫിനറ്റ്ലി അതൊരു ഫ്ലോപ്പ് സീരിയലാണ്. കാരണം സീരിയലിൻ്റെ സോ കോൾഡ് ഫോർമുലാസ് ഇല്ലാത്തൊരു സീരിയലാണ്. പക്ഷേ അത് എനിക്ക് ആ സമയത്ത് അതിൻ്റെ വില എനിക്ക് മനസ്സിലായില്ല. ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാലും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് നോക്കുന്ന ഒരു പോപ്പുലാരിറ്റി ലെവൽ എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇൻഡസ്ട്രിയിൽ ഒരു അഭിനേത്രി എന്നൊരു പേര് എനിക്കുണ്ട്. അത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദാറ്റ്. അപ്പം ഈ ആ ഏജിലായിരുന്നു ഫസ്റ്റ് സീരിയൽ? ആ ഏജിലായിരുന്നു അല്ല, ഫസ്റ്റ് സീരിയലിൽ 17 വയസ്സ് കഴിയുന്ന സമയത്താണ് ഈ അവാർഡ് കിട്ടിയത്. ഈ സീരിയലാണ് അമൃത ടി വിയിലെ സീരിയൽ, അമൃതയല്ല, നിലാവും നക്ഷത്രങ്ങളും എന്ന് പറയും.